എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC എറിഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിവുള്ളതുപോലെ സമാന്തര PSC കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചതും വരും നാളുകളിൽ കുറച്ചധികം വിദ്യാർത്ഥികളുടെയെങ്കിലും സർക്കാർ ജോലി എന്ന സ്വപ്നത്തിൽ കരിനിഴൽ വീഴ്ത്താൻ സാധ്യതയുള്ളതുമായ ഒരു തസ്തികയെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ഓരോ വീഡിയോയും ഓരോ പ്രതീക്ഷകളാണ്. കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് വീഴ്ത്താൻ സാധ്യതയുള്ള ഈ വിഷയം ഉന്നത അധികാരികളിലേക്ക് എത്താൻ, അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഈ വീഡിയോയിലൂടെ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, പ്രാർത്ഥന എന്ന പ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി OA എന്ന തസ്തികയെ പറ്റിയാണ്. ആദ്യമേ ആമുഖമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും ഇനി വരുന്ന LDS, LGS പോലുള്ള പരീക്ഷകൾ എഴുതാനുള്ള അവസരമുണ്ട്, പഠിക്കുവാനുള്ള അവസരമുണ്ട്, അതിൽ ഉന്നത നിലവാരം പുലർത്തി ഉന്നത മാർക്കുകൾ കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. ഈ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ നിങ്ങൾ വ്യക്തമായി എഴുതി, കൃത്യമായി എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്തവരാകാം. എങ്കിലും ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന്, റാങ്ക് ലിസ്റ്റ് വന്ന്, അഡ്വൈസ് വന്ന്, അപ്പോയിൻമെൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ജോലി ലഭിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതൊരു ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പോലും. നിങ്ങൾക്ക് അറിവുള്ളതാണ്. നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2021 കാലഘട്ടത്തിൽ LDC മെയിൻസിനോടൊപ്പം നടന്ന ഫീൽഡ് വർക്കർ പരീക്ഷ കുറച്ചധികം ഉദ്യോഗാർത്ഥികളെങ്കിലും സ്പെഷ്യൽ പ്രിലിംസ് പാസ്സായി, മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്കെല്ലാം ഹൃദ്യസ്ഥമാക്കി മെയിൻസ് പരീക്ഷ അപ്പിയർ ചെയ്ത് 80-നും 70-നും പുറത്തൊക്കെ മാർക്ക് വാങ്ങി ജോലി ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യം, ആദ്യ റാങ്കുകൾ ഉറപ്പാക്കി ജോലി വാങ്ങിച്ചിരിക്കുന്ന സാഹചര്യം, 1-2 ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം. അതിനപ്പുറത്തേക്ക് ആ ലിസ്റ്റ് വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ പൊതുമണ്ഡലത്തിലും നിലവിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞ്, ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ്, റാങ്ക് ലിസ്റ്റ് വന്ന്, അഡ്വൈസ് വന്ന്, അപ്പോയിൻമെൻറ്റ് കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഇറങ്ങിത്തിരിച്ച ദൗത്യം പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന LDC, LGS പോലുള്ള പരീക്ഷകളും അതിനപ്പുറത്തേക്ക് ഈ സെക്രട്ടറി, നമ്മുടെ ഈ കേരള ബാങ്ക് OA പോലുള്ള പോസ്റ്റുകൾ വളരെ ആകർഷകമായ പോസ്റ്റുകളാണ്. ഈ കേരള ബാങ്ക് OA പോലുള്ള പോസ്റ്റുകൾ ഒക്ടോബർ 26-നാണ് മെയിൻസ് എക്സാം. ഒറ്റ പരീക്ഷയുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി LGSന് കാണിച്ച ആ ഒരു എഫേർട്ട് ഇവിടെ വീണ്ടും ഇടുകയാണെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു ശമ്പള സ്കെയിലുള്ള, അതിനേക്കാൾ മികച്ച ഒരു തസ്തിക മാറ്റം സാഹചര്യമുള്ള, അതിനേക്കാൾ മികച്ച പ്രൊമോഷനുള്ള ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായും എത്താൻ സാധിക്കും. അത് മനസ്സിലാക്കി, ഇതൊരു ആമുഖമായി കണ്ടുകൊണ്ട് ഇപ്പോഴും മടി പഠിച്ചിരിക്കുന്ന കൂട്ടർ, ഇനി പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, ഇതാണല്ലോ അവസ്ഥ എന്ന് മടി പഠിച്ചിരിക്കുന്ന കൂട്ടരോടാണ് ഈ പറയാനുള്ളത്. ഉറപ്പായും ഒരു അവസരം നിങ്ങൾക്ക് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു അംഗത്തിന്, ഒരു മത്സരത്തിന് നിങ്ങൾ വീണ്ടും ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി LGS റാങ്ക് ലിസ്റ്റിന് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിന്, ഈ നോട്ടിഫിക്കേഷന് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. ഈ LGS ലിസ്റ്റിൻ്റെ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2015-ലാണ് അനധ്യാപക തസ്തികകൾ അല്ലെങ്കിൽ അനധ്യാപക ജീവനക്കാരുടെ നിയമനം PSCക്ക് വിടുന്നത്. അതിനുശേഷം അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ 3-4 പ്രാവശ്യം വന്നപ്പോൾ, പബ്ലിഷ് ചെയ്തപ്പോൾ OA നോട്ടിഫിക്കേഷൻ വരാൻ വീണ്ടും 8 വർഷത്തോളം എടുത്തു എന്നുള്ളത് ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥയെ സൂചിപ്പിക്കുന്ന വസ്തുതയാണ്. 2022 നോട്ടിഫിക്കേഷൻ വരുന്ന സാഹചര്യമുണ്ടായി. അവിടെയും ഇതിൻ്റെ കഥ അവസാനിക്കുന്നില്ല. 2023 പ്രിലിംസ്, മെയിൻസ് എന്ന 2 ഘട്ടമായി പരീക്ഷ നടത്താൻ PSC തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രിലിംസ് തന്നെ വീണ്ടും 5 ഘട്ടങ്ങളായി ഉദ്യോഗാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്ന ഒരു സാഹചര്യം. ഈ 5 ഘട്ട പരീക്ഷ, 5 ഘട്ട പ്രിലിംസ് പരീക്ഷയും താണ്ടി കടന്നു വന്ന ചുണക്കുട്ടികളായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വീണ്ടും ഒരു മെയിൻസ് പരീക്ഷ നടക്കുന്ന സാഹചര്യം.
2024 ഫെബ്രുവരി 7-നാണ് ഇത്തരത്തിലൊരു മെയിൻസ് പരീക്ഷ PSC കണ്ടക്ട് ചെയ്യുന്നത്. ദുഃഖപൂർണമായ സാഹചര്യം അതല്ല. 2024 ഫെബ്രുവരി 7-ന് ഇത്തരത്തിലൊരു മെയിൻസ് പരീക്ഷ നടത്തുന്നു. മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് കൃത്യം 5-ാം ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2024 ഫെബ്രുവരി 12-നാണ് ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിലേക്ക് ഇടുത്തി പോലെ ആ ഒരു സംഭവം പെയ്തിറങ്ങുന്നത്. ആ സുപ്രധാന വിധി വരുന്നു. എന്താണ് ഈ കേസ്, അല്ലെങ്കിൽ എന്താണ് ഈ കേസിന് ആധാരമായി നടക്കുന്ന സംഭവം? 2023 മാർച്ച് 13-നാണ് കേസ് സമർപ്പിക്കപ്പെടുന്നത് ഹൈക്കോടതിയിൽ. കേസിന് ആധാരമായി കേസ് സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ സമർത്ഥിക്കുന്ന വാദം ഉയർന്ന യോഗ്യത ഒരിക്കലും ഒരു അയോഗ്യതയല്ല എന്നതാണ്. 7ഓളം വരുന്ന ഡിഗ്രി ഹോൾഡേഴ്സാണ് ഇത്തരത്തിലുള്ള കേസുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഉറപ്പായും അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം സുപ്രീം കോടതിയിൽ തന്നെ മുൻകാല വിധികളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അധിക യോഗ്യത ഒരു ഉദ്യോഗാർത്ഥിയുടെയും അയോഗ്യതയല്ല എന്നുള്ള വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ സമർപ്പിച്ച കേസ് ഒരിക്കലും ഒരു അവ്യക്തമല്ല, ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത് ഇവിടെയല്ല. നമുക്കിനി എന്താണ് ഈ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിലേക്കാണ് PSC ഈ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഈ വിജ്ഞാപനം ഇറക്കുന്ന പക്ഷത്തിൽ തന്നെ, ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗവൺമെൻറ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡറും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള PSC ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ വ്യക്തമായും പറയുന്നുണ്ട്, യോഗ്യത 7-ാം ക്ലാസ് പാസ്സായിരിക്കണം, അധിക യോഗ്യത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായും പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ ബലത്തിൽ PSC നോട്ടിഫിക്കേഷനും പുറത്തിറങ്ങുന്നു. എന്നാൽ ആ ചതി ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് ഹോൾ ഒളിച്ചിരിക്കുന്നത് അവിടെയല്ല. ഈ ഒരു പോസ്റ്റിന് അപ്രൂവൽ കൊടുക്കേണ്ട അന്തിമാധികാരി നമ്മുടെ കേരള ഗവൺമെൻറ് ആണെങ്കിലും ഈ ഒരു പോസ്റ്റിന് യോഗ്യത നിശ്ചയിക്കാനുള്ള അന്തിമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് അതാത് യൂണിവേഴ്സിറ്റികളിലാണ്. അതായത് അവർക്കാണ് തീരുമാനിക്കാനുള്ള അധികാരം ഏത് യോഗ്യതയാണ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടത് എന്നുള്ളത്. ഈ പോസ്റ്റിലേക്ക് അവർ ഇറക്കിയ പ്രൊവിഷൻ പ്രകാരം അവർ പറയുന്നത് 7-ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമാണ്. അധിക യോഗ്യത ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്ന് കേരള റിക്രൂട്ട്മെൻറ്റ് റൂൾസിലെ പ്രൊവിഷനിൽ എവിടെയും തന്നെ പറയുന്നില്ല. അതായത് അധിക യോഗ്യതയുള്ളവർ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സ് ഒരിക്കലും ഈ എക്സാം എഴുതാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ എക്സാം എഴുതാൻ യോഗ്യയല്ല എന്ന് കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഈ കേസിന് ആധാരമായ സംഭവം. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ഞാൻ ആദ്യം ആമുഖമായി പറഞ്ഞ കേരള ബാങ്ക് OA, അല്ലെങ്കിൽ അടുത്തിടെ PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ഒക്ടോബർ 26-ന് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്ന കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസ് പുറത്തിറക്കിയ അസാധാരണ ഗസറ്റിലെ കേരള ബാങ്ക് OAയുടെ നോട്ടിഫിക്കേഷൻ്റെ യോഗ്യതയും അതിൻ്റെ മറ്റു വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കേരള യൂണിവേഴ്സിറ്റിക്ക് എന്ത് ഒരു വീഴ്ചയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കേരള റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ സംഭവിച്ച ആ ഒരു ലൂപ്പ് ഹോൾ എന്താണെന്നും മറ്റു തസ്തികകളിൽ അത് എന്താണ് മറ്റു തസ്തികകൾ വ്യത്യസ്തമായിരിക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിൻ്റെ അസാധാരണ ഗസറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന PDF, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന PDF നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ കാണിച്ചിരിക്കുന്നത് കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിൻ്റെ OA പോസ്റ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയ അസാധാരണ ഗസറ്റാണ്. ഇത് കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസ് പുറത്തിറക്കിയതാണ്. അവർ 2023 മാർച്ചിലാണ് ഈ ഒരു യോഗ്യതയുമായി ബന്ധപ്പെട്ട പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ ഭേദഗതി വരുത്തുന്നത്. ഇത് പ്രകാരം OA പോസ്റ്റിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതുപോലെ 7-ാം ക്ലാസ് പാസ്സാവണം. തൊട്ടപ്പുറത്ത് ഒരു കാര്യം പരാമർശിക്കുന്നുണ്ട്, സ്പെഷ്യൽ പ്രൊഫഷനായി മിനിമം പാസ് 7-ാം ക്ലാസ് ആണ്. അതോടൊപ്പം തന്നെ ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് എനി ഡിഗ്രി.
ഒരിക്കലും ഒരു ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിലെ OA പോസ്റ്റിന് പ്രത്യേകം എടുത്തു പറയുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ കേസിന് ആധാരം. ഈ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയാണ് ആ 7ഓളം ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിലുള്ള ഒരു വാദം കോടതിയിൽ ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത്, അതായത് എല്ലാവർക്കും അഭിലഷണീയമായ ഒരു മാർഗം എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റികൾ അവരുടെ സ്പെഷ്യൽ പ്രൊഫഷനിൽ ഒരു ഭേദഗതി വരുത്താൻ ഒരു മനസ്സ് കാണിക്കണം. അതായത് അവരുടെ റിക്രൂട്ട്മെൻറ്റ് റൂൾസിൽ 13ഓളം യൂണിവേഴ്സിറ്റികൾ ഈ ഒരു കാര്യം കൂടി എഴുതി ചേർക്കണം. ഷുഡ് നോട്ട് അക്യൂർഡ് ഹാവ് എനി ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു പ്രൊവിഷൻ കൂടി എഴുതി ചേർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്കുള്ള അറിയാവുന്നതുപോലെ തന്നെ 2015 PSCക്ക് വിട്ട ഈ നിയമനങ്ങൾ 2022 നോട്ടിഫിക്കേഷനായി ഇറങ്ങിയത്. നാളിതുവരെ 8 കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ചെയ്യാത്ത ഈ കാര്യങ്ങൾ 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഇവിടെയും കഴിയുന്നില്ല. കാരണം നിയമനത്തിൻ്റെയും റിക്രൂട്ട്മെൻറ്റ്സിൻ്റെയും കേസുകളുടെയും വാദത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒഴിവിൻ്റെ കാര്യത്തിലും ഈ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യാവസ്ഥ. 228 ഒഴിവുകളോളം നിലവിലുണ്ടായിരുന്ന ഈ തസ്തികയിൽ അനുദിനം ഒഴിവുകളുടെ എണ്ണം കുറയുന്നൊരു സാഹചര്യവും ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്ത 18ഓളം വരുന്ന വേക്കൻസികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നൊരു സാഹചര്യം ഉണ്ടായി. 228 നിന്ന് 210 വേക്കൻസിയിലേക്ക് ചുരുങ്ങുന്നൊരു സാഹചര്യവും ഇതിലൂടെ ഉണ്ടായി. ഈ 18 വേക്കൻസികൾ എങ്ങോട്ടേക്കാണ് അപ്രത്യക്ഷമായതെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റികളിൽ 13 യൂണിവേഴ്സിറ്റികൾ എടുക്കുമ്പോൾ അതിൽ മികച്ചു നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അസിസ്റ്റൻ്റ് നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നൊരു സാഹചര്യവുമുണ്ട്. എന്നിരുന്നാലും നാളിതുവരെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു OA പോസ്റ്റ് പോലും, അല്ലെങ്കിൽ ഒരു OAയുടെ ഒഴിവ് പോലും നാളിതുവരെ PSCയുടെ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മളുടെ സംശയത്തിൻ്റെ ആക്കം കൂട്ടുന്നു. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഫീൽഡ് വർക്കറിനുണ്ടായ ഒരു അനാസ്ഥ, യോഗ്യതയുടെ പേരിൽ ഫീൽഡ് വർക്കറിൻ്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് ആ പരീക്ഷ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് തന്നെ, ആ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വേക്കൻസിന് അപ്രത്യക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായ ഒരവസ്ഥ ഈ ഒരു എക്സാമിന് ഉണ്ടാവരുതേ എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഇതുവരെയുള്ള വാദപ്രകാരം ഡിഗ്രി ഹോൾഡേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് ശരി എന്നുള്ളതാണ് സത്യാവസ്ഥ. കാര്യം കൃത്യമായൊരു ലൂപ്പ് ഹോൾ കണ്ടെത്തി കൃത്യമായും കോടതിക്ക് ആ ഒരു വാദം സമർപ്പിച്ച് ആ ഒരു വാദത്തിൽ അവർ ഏറെക്കുറെ വിജയിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും ഈ കേസ് ആര് വിജയിച്ചാലും ഉറപ്പായും ഈ ഒരു എക്സാം അവസാന ചാൻസായുള്ള, ഈ ഒരു എക്സാം മാത്രം പ്രതീക്ഷയായി കണ്ട, ഈ ഒരു എക്സാമിൽ 70-നും 80-നും മേൽ സ്കോർ ചെയ്ത് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം ഉറപ്പിച്ച കുറച്ചധികം ഉദ്യോഗാർത്ഥികളുടെ കൂടി കണ്ണീർ ശാപം ഒന്നും വീഴ്ത്താത്ത ഒരു വിധിയായിരിക്കണമേ കോടതി പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഒരു അപേക്ഷ കോടതിയുടെ മുന്നിലേക്കും ഉന്നതാധികാര സ്ഥാനങ്ങളിലേക്കും അപേക്ഷയായി സമർപ്പിക്കുന്നു. ആഗസ്റ്റ് 9-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ ഹിയറിംഗ് ഉണ്ടാവുന്നതെന്ന് സോഴ്സുകളിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു അന്തിമ വിധിക്ക് അവശേഷിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ശുഭപ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ കഷ്ടപ്പെട്ട് പഠിച്ച് 2 ഘട്ട പരീക്ഷയിൽ, പ്രിലിംസ് മെയിൻസ് എന്ന് 2 ഘട്ട പരീക്ഷകൾ എഴുതി നല്ല മാർക്കുകൾ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ കൂടി കണക്കിലെടുത്ത് വേണം ഹൈക്കോടതി ഒരു പ്രതി പ്രസ്താവിക്കാനുള്ളത് എന്ന് പ്രാർത്ഥനയോടെ പറയുന്നു. അതുപോലെ ഈ ഉദ്യോഗാർത്ഥികൾ സംഘടിതരല്ല,
ഷോർട്ട് ലിസ്റ്റോ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമാണ് അവർക്ക് ഒരു വെരിഫൈഡ് ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനൊക്കെ രൂപീകരിച്ച് ഫണ്ട് പിരിവ് നടത്തി ഇത്തരത്തിലുള്ള കേസിനൊക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ സാഹചര്യമുള്ളൂ, അല്ലെങ്കിൽ അതൊരു വെരിഫൈഡായി മാറുകയുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പൈസകൾ ഫണ്ട് സ്വരൂപീകരിച്ച് ഇത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകാമെന്നുള്ളത് ഒരു പരിധി വരെ അപ്രാപ്യമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവരെ കൂടി പരിഗണിച്ചുകൊണ്ട്, ഇവരെ കൂടി കണ്ടുകൊണ്ട്, ഇവരുടെ ദുഃഖത്തിൽ കൂടി പങ്കുചേർന്നുകൊണ്ട് ഇവരെ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു വിധിയാവണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ എനിക്ക് അന്തിമമായി പറയാനുള്ളത്, ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഒരു ഉന്നതാധികാരിയുടെ കണ്ണും കാതും തുറപ്പിക്കാൻ ഈ വീഡിയോയ്ക്ക് സാധിക്കുമെങ്കിൽ സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ നിർത്തുന്നു.